ഇവിടെ ദൈവസ്ഥനിലിരിക്കാം. ഈ പകൽക്കാലത്തെ ചിന്തയ്ക്കായിട്ട് യെശയ്യാ പ്രവചനം, ബുക്ക് ഓഫ് യെശയ്യാ ചാപ്റ്റർ 54, 54-ാം അധ്യായം, അതിൻ്റെ 7-ാം വാക്യം ഒന്ന് വായിക്കാം. യെശയ്യാ പ്രവചനം 54-ാം അധ്യായം 7-ാം വാക്യം. അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു, അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു, എങ്കിലും മഹാകരുണയോടെ ഞാൻ നിന്നെ ചേർത്തുകൊള്ളും. എങ്കിലും മഹാകരുണയോടുകൂടെ ഞാൻ നിന്നെ ചേർത്തുകൊള്ളും. ദൈവത്തിന് സ്തോത്രം. ഇനിയുള്ള സമയങ്ങൾ വളരെ ശ്രദ്ധയോടിരിക്കണം. ഞാൻ ഓർപ്പിച്ചു, നിങ്ങളുടെ മൊബൈലൊക്കെ ഒന്ന് കമത്തി വെച്ചാൽ നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്യത്തില്ല, ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. സ്തോത്രം, ഹലോ ഹലോ എന്ന് വിളിച്ചുകൊണ്ടിരിക്കും. അതൊക്കെ ഒന്ന് മറച്ചു വെച്ച് കുറച്ച് നേരം വചനത്തിന് മുമ്പിൽ നമ്മൾ ഇരിക്കുവാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പല സമയത്ത് ഉയരുന്ന ഒരു ചോദ്യമാണിത്. പല സമയത്തുള്ള നമ്മുടെ അനുഭവമാണിത്. നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ദൈവമേ, നീ എന്നെ മറന്നുപോയോ? എൻ്റെ പ്രാർത്ഥനകൾ നീ കേൾക്കുന്നില്ലയോ? പ്രാർത്ഥിക്കുന്ന എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു? അല്ലെങ്കിൽ പ്രാർത്ഥിക്കാത്തവരൊക്കെയും സന്തോഷത്തോടെ, സമാധാനത്തോടെയും സമൃദ്ധിയോടെയും ജീവിക്കുമ്പോൾ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിക്കുന്നു ചോദിക്കാത്തവരായി ഈ ആലയത്തിൽ ആരും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്തോത്രം. കാരണം മക്കളെങ്കിലും അവകാശികളാ ഇടയ്ക്കൊന്ന് ചോദിക്കുന്നത് നല്ലതാ. സ്തോത്രം, ദൈവത്തിന് മഹത്വം. എന്നാൽ കർത്താവ് പറയുന്നു, ചില സമയത്ത് ഞാൻ നിന്നെ എന്ത് ചെയ്യും? അല്പനേരത്തേക്ക് ഞാൻ നിന്നെ കൈവിടുന്നൊരു അനുഭവം. ദൈവത്തിന് സ്തോത്രം. കൈവിട്ടിട്ട് അങ്ങ് പോകുകയല്ല, പിന്നെ പറയുന്നു, മഹാകരുണയോടുകൂടെ ഞാൻ നിന്നെ വീണ്ടും എന്ത് ചെയ്യും? എന്നോട് ചേർത്തുകൊള്ളും. ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി ഉപേക്ഷിക്കുക എന്നുള്ളതല്ല. എന്തുകൊണ്ടാണ് അല്പനേരത്തേക്ക് കർത്താവ് നമ്മെ ഉപേക്ഷിക്കുന്നത് എന്ന് ഇന്ന് പകലൊന്ന് ചിന്തിക്കാനാണ് ദൈവത്തിൻ്റെ ആത്മാവിൽ നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, നമ്മൾ ചോദിക്കും, ഞാൻ ആ ചോദിക്കുന്ന ചോദ്യം തെറ്റാണോ? എന്തുകൊണ്ട് എനിക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കുന്നില്ല? എൻ്റെ പ്രാർത്ഥനകൾക്ക് എന്തുകൊണ്ട് മറുപടി ലഭിക്കുന്നില്ല? ആമേൻ, സ്തോത്രം. എനിക്ക് വേണ്ടി ഒരു ചലനം പോലും എനിക്ക് കാണുവാൻ കഴിയുന്നില്ല. എന്നെ മറന്നുപോയോ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഓരോരോ സാഹചര്യങ്ങളിൽ പല സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ അനേക സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇത് നമ്മളുടെ മാത്രം പ്രശ്നമല്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 46-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, മാത്യു ചാപ്റ്റർ 27:46 അത് വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു: ഏകദേശം 9-ാം മണി നേരത്ത് യേശു എന്ന് ഉറക്കെ നിലവിളിച്ചു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്നെ കൈവിട്ടത് എന്തെന്ന് ആര് ചോദിച്ചു? സ്തോത്രം. അപ്പൊ ഇത് നമ്മളുടെ മാത്രം പ്രശ്നമല്ല. ഇത് ക്രൂശിൽ കിടന്ന് യേശു ചോദിക്കുകയാണ്, പിതാവ് ആരെന്ന് 100% അറിയുന്നവൻ ചോദിക്കുകയാണ്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടോ? സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. മറുപടി യെശയ്യാ പ്രവചനാ പറഞ്ഞത്, അവനെ കൈവിടുവാൻ തക്കവണ്ണം, അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്തിനാണ് നിന്നെ ഉപേക്ഷിച്ചത്? നിന്നോടുള്ളൊരു ഇഷ്ടം കൊണ്ട് നിന്നെ ഉപേക്ഷിച്ചതാ. സ്തോത്രം. നിന്നോടുള്ള സ്നേഹം കൊണ്ട് നിന്നെ ഉപേക്ഷിച്ചതാ. ദൈവത്തിന് സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. പുത്രനായ ക്രിസ്തു ചോദിച്ചെങ്കിൽ നമ്മൾ എത്രയധികം ചോദിക്കാൻ സാധ്യതയുണ്ട്. ചോദിച്ചതല്ല പരാജയം, ചോദ്യത്തിൽ നിന്ന് മടങ്ങി വരാത്തതാണ് പരാജയം. സ്തോത്രം. ആമേൻ. എന്താണ് മടങ്ങി വരവ്? ഇല്ല. റോമാലേഖനം 11:1-2 പറയുന്നു. വായിച്ചേ, എന്താണ് മടങ്ങി വരാനുള്ള വചനം? അവിടെ വായിക്കുന്നു, റോമൻസ് ചാപ്റ്റർ 11:1-2. എന്നാൽ ദൈവ സ്വജനത്തെ തള്ളിക്കളഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്ന ചോദ്യം അവിടെ ഉണ്ട്. പക്ഷെ എന്താണ് പറയുന്നത്? ഉത്തരവും ആരാ പറയുന്നത്? ഞാൻ തന്നെ പറയുകയാണ്, ഒരു നാളുമില്ല. ചോദ്യത്തിന് പ്രശ്നമില്ല. ചോദിക്കുന്നത് പാപമല്ല, പക്ഷേ നീ തന്നെ ഉത്തരം പറയണം. ദൈവം തന്റെ ജനത്തെ ഒരു നാളും തള്ളിക്കളയുകയില്ല. അടുത്ത വാക്യം, ഞാനും ദൈവത്തിന്റെ ജനമാണ്, അബ്രഹാമിന്റെ സന്തതിയാണ്.
മതി. ദൈവം മുന്നറിഞ്ഞിട്ടുള്ള തരം ജനത്തെ ഒരു നാളും തള്ളിക്കളഞ്ഞിട്ടില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നിന്നോടുള്ള സ്നേഹം കൊണ്ട് അവൻ അല്പനേരത്തേക്ക് ഇതിനെ ഉപേക്ഷിച്ചു എന്ന് സത്യമാണ്. പക്ഷെ ഒരു നാളും അവൻ തള്ളിക്കളഞ്ഞിട്ടില്ല. സ്തോത്രം. ആമേൻ. നീ തന്നെ ഉത്തരം പറയണം. നീ ചോദിക്കുന്നെങ്കിൽ നീ തന്നെ ഉത്തരം പറയണം. അതാണ് മടങ്ങി വരവെന്ന് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഒരിക്കൽ നിങ്ങളെ ഓർപ്പിച്ചിട്ടുണ്ട്, എത്ര വലിയ മരമാണെങ്കിലും കാറ്റടിക്കുമ്പോൾ ആടും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എത്ര ശക്തമായ ആത്മീയജീവിതമാണെങ്കിലും പ്രതികൂലത്തിന്റെ കാറ്റ് നിന്നെ ഒന്ന് ആട്ടും. പക്ഷേ ആമേൻ, നീ വേരുള്ള മരത്തെ ശ്രദ്ധിച്ച് നോക്കിക്കേ. അല്പം ആടി കഴിയുമ്പോൾ കാറ്റിനൊത്തവൻ ഉറച്ചു നിൽക്കുന്നത് കാണുവാൻ കഴിയുന്നെങ്കിൽ ആകാശത്തെ ഭൂമിയെ സൃഷ്ടിച്ച ദൈവത്തിന്റെ കുഞ്ഞാട് രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനമേ, ഒന്നും നിന്നെ തകർക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല. സ്തോത്രം. നീ പറയണം, ദൈവം തന്റെ ജനത്തെ തള്ളിക്കളഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ ചോദിക്കുന്നു. ഞാൻ തന്നെ ഉത്തരം പറയുന്നു, ഒരു നാളും തള്ളിക്കളഞ്ഞിട്ടില്ല. സ്തോത്രം. എബ്രായ ലേഖനം 13:5 ഇങ്ങനെ പറയുന്നു, ഞാൻ നിങ്ങളെ ഒരു നാളും ഉപേക്ഷിക്കുകയുമില്ല, കൈവിടുകയെന്ന് വായിച്ചതെന്ന്. ഹീബ്രൂസ് 13:5. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നു. ഒരു നാളും നിന്നെ കൈവിടുകയുമില്ല, ഒരു നാളും നിന്നെ ഉപേക്ഷിക്കുകയുമില്ല എന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നുവെന്ന് ഞാൻ തന്നെ പറയണം. ദൈവത്തിന് സ്തോത്രം. ഒരു ഭാഗം കൂടെ കാണിക്കട്ടെ. യെശയ്യാ 49 അധ്യായം അതിന്റെ 14 മുതലൊന്ന് വായിച്ച്. 49:14. സിയോൻ പറയുകയാണ്, യഹോവ എന്നെ ഉപേക്ഷിച്ചു. സിയോനോ, അങ്ങനല്ലേ വായിക്കുന്നത്? യഹോവ എന്നെ ഉപേക്ഷിച്ചു, കർത്താവ് എന്നെ മറന്നു കളഞ്ഞുവെന്ന് നിനക്കത് പറയുവാൻ വ്യവസ്ഥയുണ്ട്. അത് കർത്താവ് കേട്ടിരിക്കുന്നു, കർത്താവ് അത് അംഗീകരിച്ചിരിക്കുന്നു. നീ അത് പറഞ്ഞു, യാതൊരു പ്രശ്നമില്ല. എന്നാൽ അടുത്ത വാക്യം പറയുന്നു, ദൈവത്തിന് കാര്യം ചോദിക്കാനുണ്ട്. ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ചതിന്റെ മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല. എന്താ കാരണം? ഞാൻ നിന്നെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സിയോൻ എന്താ പറഞ്ഞത്? ദൈവവേദിയിൽ എന്താ പറഞ്ഞത്? ദൈവവേദിയിൽ പറഞ്ഞു, യഹോവ എന്നെ ഉപേക്ഷിച്ചു. സ്തോത്രം. കർത്താവ് എന്നെ മറന്നു കളഞ്ഞു. സ്തോത്രം. എന്നാൽ നമ്മോട് കർത്താവ് പറയുക, നിന്റെ അമ്മ നിന്നെ മറന്നിട്ടില്ലെങ്കിൽ അവര് മറന്നാലും ഞാൻ നിന്നെ ഒരു നാളും മറക്കുകയില്ല. സ്തോത്രം. ആമേൻ. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല, ഒരു നാളും ജനത്തെ ദൈവം തള്ളിക്കളയുകയുമില്ല എന്നുള്ള ഒരു ഉറപ്പ് നിന്റെ അകത്തിന്ന് പകൽക്കാലം ഉണ്ടായിരിക്കണം. എന്നാലും നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് ദൈവം നിന്നെ അല്പനേരത്തേക്കൊന്ന് ഉപേക്ഷിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, സങ്കീർത്തനം തുടരത്തിൽ നമ്മൾ മൊത്തം കാണാതെ അറിയാവുന്നവരാ. പകൽ പറക്കുന്ന അസ്ത്രങ്ങളുണ്ട്, രാത്രിയിലെ ഭയങ്കരതയുണ്ട്, ഭീകരതയുണ്ട്, അമ്പുണ്ട്, വില്ലന്റെ ശത്രുവിന്റെ ആയുധങ്ങളുണ്ട്, കാല് തല്ലിത്തട്ടാനും എല്ലാ പ്രശ്നങ്ങളുമുണ്ട്. പക്ഷേ എല്ലാം ഉള്ളപ്പോഴും അവസാന വാക്യം പറയുന്നു, ദീർഘായുസ് കൊണ്ട് ഞാൻ നിനക്ക് തൃപ്തി വരുത്തും, എന്റെ രക്ഷ ഞാൻ നിനക്ക് എന്ത് ചെയ്യും? കാണിച്ചു തരും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇതെല്ലാം ഉണ്ട്. ശത്രുവിന്റെ ആയുധം നേരിടേണ്ടി വരും. നീ തകർന്നെന്ന് വരാം, നിരാശപ്പെട്ടെന്ന് വരാം, ആമേ ദൈവപ്രവൃത്തി നടന്നില്ലെന്ന് വരാം, എല്ലാം അസ്തമിച്ചെന്ന് വരാം. പക്ഷെ നീ മറന്നു പോകരുത്, അത്യുന്നത മറവിൽ സർവശക്തനും കീഴിലിരിക്കുന്ന ദൈവത്തിലെ നീ ദീർഘായുസ് കൊണ്ട് എന്ന് പറഞ്ഞാൽ നിന്റെ ആയുസ്സിനെ തടുക്കുവാൻ ശത്രുവിന് കഴിയുകയില്ല. എന്റെ രക്ഷ കാണിച്ചു തരും, നിന്റെ രക്ഷയെ തകർക്കുവാൻ ശത്രുവിന് കഴിയുകയില്ല എന്നുള്ള ഒരു വാഗ്ദത്തത്തോടെ ആ സങ്കീർത്തനമോട് അവസാനിക്കുകയാണ്. ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. എങ്കിലും എന്തുകൊണ്ട് ദൈവത്തിന് നമ്മളോട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ടി വന്നു? യെശയ്യാ 54:7 വായിച്ചെങ്കിൽ 54:8 വായിച്ചു.
ഉം. എങ്കിലും നിത്യദയയോടെ ഞാൻ നിന്നോട് കരുണ കാണിക്കും എന്ന് നിന്റെ വീണ്ടെടുപ്പുകാരനായ യഹോവ അരുളി ചെയ്യുന്നു. അതിനു മുമ്പ് ഒരു വാക്കുന്നുണ്ട്. ക്രോധാധിക്യത്തിൽ ഞാൻ ക്ഷണനേരത്തേക്ക് എന്റെ മുഖം നിനക്ക് മറച്ചു. ആ വാക്കായിരുന്നു അത്യാവശ്യം, ആ വാക്ക് വിട്ടുപോയി. സ്തോത്രം. ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് ഇൻ ഓവർഫ്ലോയിങ് ആങ്കർ. ആരോടാ? ദൈവത്തിന് നിന്നോട് കോപം തോന്നി. അയ്യോ, കോപം തോന്നിയത് കൊണ്ട് അവൻ നിന്നെ ഒന്ന് ഉപേക്ഷിച്ചു. എങ്ങനെയുള്ള കോപമാ? നിങ്ങൾക്ക് മനസ്സിലാണ്, എനിക്ക് മനസ്സിലാണെങ്കിൽ, ഞാൻ പോയിട്ട് വരുമ്പോൾ ഈ ചാപ്റ്റർ പഠിക്കണമെന്ന് കുഞ്ഞുങ്ങളോട് പറഞ്ഞിട്ട് വെളിയിൽ പോയിട്ട് വരുമ്പോൾ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ കോപം തോന്നും? ഒലക്കെടുത്ത് തലക്കടിക്കുവോ? ഇല്ല. ഒരു വടി എടുത്ത് ചിലപ്പോൾ നല്ല അടി കൊടുക്കുമെന്ന് പറഞ്ഞാൽ, പറഞ്ഞത്, ഞാൻ പറഞ്ഞിട്ട് പോയ കാര്യം ഞാൻ മടങ്ങി വന്നപ്പോൾ ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോൾ ഒരപ്പനും അമ്മയ്ക്ക് തോന്നിയ ഇഷ്ടത്തിലുള്ളൊരു കോപം ദൈവത്തിന് നിങ്ങളോട് തോന്നി. സ്തോത്രം. ഓവർഫ്ലോയിങ് ആങ്കർ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് പോലും തടഞ്ഞു വെക്കാൻ കഴിഞ്ഞില്ല. എന്താ തടഞ്ഞു വെക്കാത്ത കാരണം? മനുഷ്യന്റെ കോപമല്ല, നിന്നോടുള്ള സ്നേഹത്തിൽ വ്യാപരിച്ച ഒരു കോപം. സ്തോത്രം, സ്തോത്രം. ഇനി വലിയൊരു ദൂത് പറയും, ഇത് ഏറ്റെടുത്തവർക്ക് ഇതൊരു വിടുതലുണ്ടാകും. നിങ്ങൾക്ക് 3-4 കുഞ്ഞുങ്ങളുണ്ടെന്ന് കരുതിക്കോട്ടെ. നന്നായി പഠിക്കുന്ന കുഞ്ഞിനെ നിങ്ങൾ കൂടുതൽ അടിക്കും. ഉഴപ്പി പഠിക്കുന്നവനെ അത്ര നിങ്ങൾ അടിക്കുകയില്ല. സ്തോത്രം. അടിക്കുമ്പോൾ പറയുന്നത്, നിനക്ക് പഠിക്കാൻ കഴിവുണ്ട്, നിനക്ക്, സ്തോത്രം, പഠിച്ചാൽ നീ നേടുമെന്ന് അപ്പനും അമ്മയ്ക്കും ബോധ്യമുള്ളത് കൊണ്ട് മറ്റുള്ള കുഞ്ഞിനേക്കാൾ കൂടുതൽ ഈ കുഞ്ഞിനെ നിങ്ങൾ ശിക്ഷിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ കോപത്തിന്റെ, സ്നേഹത്തിന്റെ കോപം ഇന്ന് ദൂത് നിന്നോട് പറയുന്നതിന്റെ കാരണം മറ്റുള്ള കുഞ്ഞുങ്ങളെക്കാൾ നിങ്ങളെക്കുറിച്ചൊരു പ്രതീക്ഷ ദൈവത്തിനുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നിങ്ങളൊരു പ്രതീക്ഷ ദൈവത്തിനുണ്ട്. നിന്നെ കൊണ്ട് സാധിക്കും, ആമേൻ, പറ്റുമെന്ന് ദൈവത്തിന് ഉറപ്പുണ്ട്. ആമേൻ. നീ ഒന്ന് ഉത്സാഹിച്ചിരുന്നുവെങ്കിൽ, അപ്പന്റെ വാക്കൊന്ന് കേട്ടിരുന്നുവെങ്കിൽ, ഈ ശബ്ദം ഒന്ന് കേട്ടിരുന്നുവെങ്കിൽ, ആമേൻ, നീ എന്തായി തീരുമെന്ന് അപ്പനോ അമ്മയ്ക്കുമുള്ള ഉറപ്പ് പോലെ നിന്നെക്കുറിച്ചും എന്നെക്കുറിച്ചും ദൈവത്തിനൊരു പ്രതീക്ഷയുള്ളത് കൊണ്ട് എന്നോടും നിന്നോടും സ്നേഹത്തിൽ, ആ കോപത്തിൽ ഇന്ന് പകൽ ഒരു ദൂത് പറയുക നിന്നോട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരു പ്രതീക്ഷയുണ്ട്. ആ വള്ളിയെ കയറി പിടിക്കണം. ഇന്ന് പകൽ അതേ കയറി പിടിക്കണം. നഷ്ടപ്പെട്ടു പോയ സംവത്സരങ്ങൾ ഓർക്കേണ്ട, തുള്ളനും വെട്ടിക്കിളി നശിപ്പിച്ചത് ഓർക്കേണ്ട. ദൈവം വിട്ടുതരുന്ന ഈ വള്ളിയെ പിടിച്ചത് 2024 മെയ് മാസം 10-ാം തീയതി പിടിക്കാൻ ഒരു ആത്മാവ് തയ്യാറാകുന്നുവെങ്കിൽ, ആമേൻ, ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. സ്തോത്രം. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എന്താണ് ആ സ്നേഹത്തിലുള്ള ഒരു കോപം? ഞാൻ ഓർപ്പിച്ചു, അപ്പൻ പറഞ്ഞത് മകൻ അല്ലെങ്കിൽ മകൾ അനുസരിച്ചില്ല, അമ്മ പറഞ്ഞത് അല്ലെങ്കിൽ മകൻ അല്ലെങ്കിൽ മകൾ അനുസരിച്ചില്ല. അവിടെ ഉണ്ടാകുന്ന ഒരു കോപം സ്നേഹത്തിന്റെ കോപമാണ്, അല്ലേ? സ്നേഹത്തിന്റെ കോപമാണ്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കാരണം ഞാൻ അതിൻ്റെ ഒരു രക്തസാക്ഷിയാണ്. എല്ലാവരും പറഞ്ഞു ഇന്ന് നന്നായി പഠിക്കുമെന്ന് പറഞ്ഞു. അടിയോടടിയായിരുന്നു എനിക്ക്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പഠിക്കുമെന്ന് അറിഞ്ഞോടെ പിന്നെ അടിയോടടി. 1-ാം ക്ലാസ് തൊട്ട് 4-ാം ക്ലാസ് വരെ ഫസ്റ്റ് റാങ്ക് കിട്ടി. അത് കഴിഞ്ഞ് മമ്മിയെ കൊണ്ടുപോയി പഠിത്തം ഉഴപ്പി റാങ്ക് പറഞ്ഞു. അടിയോടടി. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അടിച്ചതുകൊണ്ട് ഒരു നഷ്ടവും സംഭവിച്ചില്ല. എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കപ്പെട്ടു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മളിൽ ആത്മീയ പരാജയം കണ്ടപ്പോൾ, പ്രതീക്ഷയുള്ള മകനിൽ, പ്രതീക്ഷയുള്ള മകളിൽ പ്രതീക്ഷയ്ക്കൊത്തവണ്ണമുള്ള ഒരു മുന്നേറ്റം കാണാതിരുന്നപ്പോൾ ദൈവത്തിന് സ്നേഹത്തിലൊരു കോപമുണ്ടായി. സ്നേഹത്തിലൊരു ഓവർഫ്ലോയിങ് ആങ്കർ ഉണ്ടായി. ആ കോപത്തിൽ നിന്ന്, സ്നേഹത്തിൽ നിന്ന്, സ്തോത്രം, എന്താണ് നമ്മൾ തിരിച്ചറിയേണ്ടത്? തിരിച്ചറിയേണ്ടത്, സ്തോത്രം, നിന്റെ പരാജയം എന്തെന്ന് ദൈവം നിന്നെ ഒന്ന് ബോധ്യപ്പെടുത്തി തരും. ദൈവത്തിന്റെ പ്രതീക്ഷയിൽ നീ എത്താത്ത അനുഭവം എന്തെന്ന് ബോധ്യപ്പെടുത്തി തരും. ദൈവത്തിന് വേറെ പ്രത്യേകതയുണ്ട്. മനുഷ്യരെ പോലല്ല, മുഖത്ത് നോക്കി കുറവ് മാത്രം പറയുകയല്ല, കുറവ് തീർക്കാനുള്ള കൃപയും അവൻ പകരും. സ്തോത്രം.
പ്രൈസ് ദ ലോർഡ്. നമ്മുടെ പരാജയം നമുക്ക് വെളിപ്പെടുത്തുക മാത്രമല്ല, പരാജയത്തിൽ ജയത്തിലേക്ക് പോകുവാനുള്ള കൃപയും ആമേൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി തരും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവിടെ ഇന്ന് പകലിൽ അല്പനേരത്തേക്ക് എന്നെ ഉപേക്ഷിച്ച ദൈവം കോപത്തിലല്ല, സ്നേഹത്താലുള്ളൊരു കോപമാണെന്നും അതെന്റെ നന്മയ്ക്കാണെന്നും എൻ്റെ പരാജയത്തെ ജയമാക്കി മാറ്റുവാൻ വേണ്ടിയാണെന്നും തിരിച്ചറിയുന്ന ജനം ഇനിയുള്ള വാക്കുകൾ ഓരോന്നും ശ്രദ്ധയോടുകൂടെ കേൾക്കുവാൻ ഇടയായി തീരണം. ദൈവത്തിന് സ്തോത്രം. എന്തൊക്കെയാണ് ദൈവം നമ്മളിൽ കണ്ട പരാജയങ്ങളെന്ന് ഈ പകലിൽ ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. വായിക്കാം മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 23 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. 23, 24 വാക്യങ്ങൾ. മാത്യു ചാപ്റ്റർ 9, 23, 24. അതാണോ? 8 വായിച്ചേ. മാത്യു 8. മാത്യു 8. ദൈവത്തിന് സ്തോത്രം. മതി. 23-24 8 മൈക്ക് കൂടെ ഉറക്കെ വായിച്ച്. അവനൊരു പടകിൽ കയറിയപ്പോൾ അവന്റെ ശിഷ്യന്മാർ കൂടെ ചെന്നു. ഇവിടെ ശ്രദ്ധിക്കണം, ശിഷ്യന്മാരുടെ പുറകെ യേശു പോയതല്ല, യേശുവിന്റെ പുറകെ സ്തോത്രം പടകിൽ കയറിയപ്പോൾ അവന്റെ ശിഷ്യന്മാർ കൂടെ ചെന്നു. യേശു കയറി പടകിൽ ആര് പോയി? ശിഷ്യന്മാർ പോയി. ശ്രദ്ധിക്കണം ആ ഭാഗം. ഓക്കെ. പിന്നെ കടലിൽ വലിയ ഓളമുണ്ടായിട്ട് പടക തിരകളാൽ മുങ്ങുമാറായി. യേശുവോ ഉറങ്ങുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഒന്ന്, പടകിൽ യേശു, കടലിൽ പ്രതികൂലം. സ്തോത്രം. ആരുടെ പോയപ്പോഴാ? യേശുവിനൂടെ പോയപ്പോൾ പടകിൽ യേശു കൊണ്ട് ചുറ്റും പ്രതികൂലവും നിൽക്കുകയാണ്. സ്തോത്രം. 25-ാം വാക്യത്തിൽ യേശു ഉറങ്ങുകയാണ്. പക്ഷെ വചനം എന്ത് പറയുന്നു? ഇസ്രായേലിന്റെ പരിപാലകൻ ഉറങ്ങുന്നുമില്ല, മയങ്ങുന്നുമില്ല. സ്തോത്രം. ആമേൻ. ചില പരാജയങ്ങൾ ശിഷ്യന്മാരെ പഠിപ്പിക്കുവാൻ ആമേൻ ഒരു ഉറക്കം ദൈവം കർത്താവിന് കൊടുത്തു. സ്തോത്രം. അപ്പൊ എന്ത് ചെയ്തു അവർ? 25-ാം വാക്യം പറയുന്നു, അവർ അടുത്തു ചെന്ന്. ഒന്ന്. 2, കർത്താവേ രക്ഷിക്കണമേ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. രണ്ടാമത് പറഞ്ഞു, ഞങ്ങൾ നശിച്ചു പോകുന്നു, രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് കർത്താവിനെ അപേക്ഷിച്ചു. സ്തോത്രം. എന്തുകൊണ്ടാണ് കർത്താവ് അല്പസമയത്തേക്ക് ഉറങ്ങിയത്, അല്പസമയത്തേക്ക് മുഖം മറച്ചത്? അവർ അടുത്തു ചെന്നു. എഫേസ്യത്തിൽ പറയുന്നുണ്ട്, മുമ്പേ ദൂരസ്ഥരായിരുന്നു നമ്മളെ ക്രിസ്തുയേശുവിന്റെ യാഗത്താൽ സമീപസ്ഥരാക്കി മാറ്റി. എന്നാൽ യോഹന്നാൻ 5:40 വായിക്കാമെങ്കിൽ എഴുതിയിരിക്കുന്നു, എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് എന്തായില്ല? മനസ്സായില്ല. വായിച്ചു ജോൺ 5:40. എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വരുവാൻ മനസ്സില്ല. പടകിൽ യേശുവുണ്ട്. സ്തോത്രം. ഞാനും വചനം കേട്ട് സഭയിൽ വന്നതാ, കർത്താവ് എന്നെ കൊണ്ടുവന്നതാ. പക്ഷേ സഭയിൽ വന്നാലും അടുത്ത് ചെല്ലാൻ പലർക്കും ഇഷ്ടമല്ല. സ്തോത്രം. മനസ്സിലായർക്ക് സ്തോത്രം. ആരാധനയുണ്ട്, പാട്ടുണ്ട്, വരുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അവരുടെ ഒരു പരിധി വെച്ചിരിക്കുക. അതിനപ്പുറം അവരെന്ത് ചെയ്തില്ല, അവര് പോകുകയില്ല. ഇത് മതി, ഇത്രയും മതി, ഇതിനപ്പുറം ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് കർത്താവിനുള്ള ബന്ധത്തിൽ പരിധി വെച്ചിരിക്കുക. സ്തോത്രം. ഇതിനപ്പുറമായി ഒരു കാര്യം ചെയ്യുവാൻ അവർക്ക് മനസ്സില്ല. സ്തോത്രം. എന്തുകൊണ്ടാണ്? നീ ജീവൻ പ്രാപിക്കുമെന്ന് പിശാചിനറിയാം. പിശാച് പറയും ഇത്രയൊക്കെ മതി, ചെല്ലുക, ആരാധിക്കുക, വീട്ടിൽ പോവുക, ബാക്കിയൊക്കെ നമ്മൾ അറിയേണ്ട കാര്യമില്ല. സ്തോത്രം. പടകിലുണ്ട്, പടകിൽ ഞാനുണ്ട്, സഭയിൽ ഞാനുണ്ട്, യേശുവുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അടുത്ത് ചെല്ലുവാനുള്ള മനസ്സില്ല എനിക്ക്. സ്തോത്രം. ഇനിയും സഭയിൽ വന്ന് ഭയങ്കര ആരാധിക്കുന്നു, പ്രാർത്ഥി, അടുത്ത് ചെന്നവരോ സ്തോത്രം അവനോട് അപേക്ഷിക്കുവാൻ മനസ്സില്ലാത്തവരായി നിൽക്കുക. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് മഹത്വം. കടല് ശാന്തമായിരുന്നെങ്കിൽ ഇവരെ പഠിപ്പിക്കേണ്ട കാര്യമുണ്ട്. അവർ വണ്ടി വിട്ടേനെ. യേശു അവിടെ ഒറ്റയ്ക്ക് കിടന്ന് ഉറങ്ങിയതിനെ. സ്തോത്രം. മനസ്സിലായർക്ക് സ്തോത്രം.
യേശു എന്ത് ചെയ്യായിരുന്നു? ഉറങ്ങുകയായിരുന്നു. ഇവരെല്ലാം മുക്കന്മാരെ, കടലിൽ കൂടെ നീന്താനും ചാടാനും ഒക്കെ ഇവർക്കറിയാം. ഇത് ഭയങ്കരമായിട്ട് തിരകളാൽ വലഞ്ഞത് കൊണ്ട് ഒന്നും വയ്യാത്തൊരു സാഹചര്യം. അതാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വരുന്നത്, ഒന്നും വയ്യാത്തൊരു സാഹചര്യം. അവിടെ ദൈവം ആഗ്രഹിക്കുന്നു നീ ഒന്ന് അടുത്ത് ചെല്ലുവാനും നീ ഒന്ന് നിലവിളിക്കുവാനും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ ചൊവ്വായും ഞായറും ചൊവ്വായും ഇവിടെ വൈകുന്നേരം 7 മണിക്ക് പ്രയർ ഉണ്ട്. എത്ര പേർക്ക് വരാൻ കഴിയും? എത്ര പേർക്ക് വരാൻ സൗകര്യമുണ്ട്? സമയമില്ല, താല്പര്യമില്ല. സ്തോത്രം. പടകില, സത്യവാ, യേശുവുണ്ട്, എല്ലാം ഉണ്ട്, ആരാധന എല്ലാം ഉണ്ട്, പക്ഷേ പ്രാർത്ഥിക്കുവാൻ സമയമില്ല, താല്പര്യമില്ല. ദൈവത്തിന് സ്തോത്രം. അടുത്ത് ചെല്ലുവാൻ താല്പര്യമില്ല. യേശുവോ അധ്വാനിക്കുന്നതിന്, ഭാരം ചുമക്കുന്നതിന് എല്ലാവരും എന്ത് ചെയ്യാൻ പറഞ്ഞു? എൻ്റെ അടുക്കൽ വരാൻ പറഞ്ഞു വിളിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ അടുത്ത് ചെല്ലുവാൻ മനസ്സില്ല. സ്തോത്രം. എത്ര വർഷമായി പ്രായം നോക്കിയാൽ നിങ്ങൾ ഉപദേഷ്ടാക്കന്മാരാകേണ്ടവർ എത്ര വർഷമായി ദൈവസഭയിൽ വന്നിട്ട് അടുത്ത് ചെല്ലുവാൻ മനസ്സില്ലാത്തവരായി ആ ഒരേ ആത്മീയ ജീവിതം കൊണ്ട് എത്ര വർഷമായി മുന്നോട്ട് പോവുക. ഒരു പടി പോലും മുന്നേറുവാൻ സാധിക്കുന്നില്ല, ഒരു പടി പോലും അടുക്കുവാൻ സാധിക്കുന്നില്ല, താല്പര്യമില്ല, പ്രാർത്ഥനയില്ല. എല്ലാം നഷ്ടപ്പെട്ടവരായി തീരുന്ന ഒരു പ്രത്യേക സാഹചര്യം. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. എസ്തേറിന്റെ പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യം ഒന്ന് വായിച്ചേ. എസ്തേറിന്റെ പുസ്തകം, എസ്തേർ 2:10. എസ്തേർ തന്റെ ജാതിയും കുലവും അറിയിച്ചില്ല, അത് അറിയിക്കരുത് എന്ന് മൊർദെഖായി അവളോട് കൽപ്പിച്ചിരുന്നു. യഹൂദാ ഗോത്രത്തിലുള്ള എസ്തേർ തന്റെ ജാതിയും കുലവും ആരെയും അറിയിച്ചില്ല. ഞാൻ വേഗത്തിൽ ആ പ്രധാന വാക്യങ്ങൾ വായിച്ചു. അങ്ങനെ 17-ാം വാക്യത്തിൽ ചെല്ലുമ്പോൾ രാജ്ഞിയെ മാറ്റി പുതിയ രാജ്ഞിക്ക് വേണ്ടിയുള്ള സെലക്ഷൻ നടക്കുമ്പോൾ വായിച്ചു 17-ാം വാക്യം. രാജാവ് എസ്തേറിനെ സകല സ്ത്രീകളെക്കാളും അധികം സ്നേഹിച്ചു, സകല കന്യകമാരിലും അധികം കൃപയും പക്ഷവും അവളോട് തോന്നിയിട്ട് അവൻ രാജകിരീടം അവളുടെ തലയിൽ വെച്ച് അവളെ വസ്തിക്ക് പകരം അവളെ രാജ്ഞിയാക്കി, കൊട്ടാരത്തിൽ അവള് രാജ്ഞിയായി, രാജാവിന്റെ രാജ്ഞിയായി അവള് വാഴുവാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 3-ാം അധ്യായം 13-ാം വാക്യത്തിൽ യഹൂദ ജനത്തിന് വിരോധമായി രാജാവ് തന്നെ രേഖകൾ എന്ത് ചെയ്തു? ആദാർ മാസമായ 12-ാം മാസം 13-ാം തീയതി തന്നെ സകല യഹൂദന്മാരെയും ആബാലവൃദ്ധം കുഞ്ഞുങ്ങളെയും സ്ത്രീകളോടും കൂടെ നശിപ്പിച്ച് കൊന്നുമുടിക്കുകയും അവരുടെ വസ്തുവക കൊള്ളയടിക്കുകയും ചെയ്യണമെന്ന് രാജാവ് സകല സംസ്ഥാനങ്ങളിലേക്കും അഞ്ചൽക്കാർ വശം എഴുത്തയച്ചു. ദൈവത്തിന് സ്തോത്രം. രാജ്ഞിയുടെ കുലത്തിലുള്ളവരെ നശിപ്പിക്കുവാൻ രാജാവ് വിരോധമായി രേഖ എഴുതിയപ്പോൾ മൊർദെഖായി എസ്തേറിനോട് പറഞ്ഞു, നീ അടങ്ങിയിരിക്കരുത്, നീ ജനത്തിനു വേണ്ടി രാജാവിന്റെ മുമ്പിൽ സംസാരിക്കണം. അപ്പൊ എസ്തേർ പറയുകയാണ്, അനുവാദമില്ലാതെ എനിക്ക് അകത്ത് കയറുവാൻ കഴിയുകയില്ല. 30 ദിവസത്തേക്ക് രാജാവ് എന്നെ വിളിച്ചിട്ടില്ല. അതുകൊണ്ട് അല്ലാതെ ചെന്നാൽ കടന്നിരുന്നവരെ കൊല്ലുമെന്നുള്ളൊരു കൽപ്പന കൊട്ടാരത്തിലുള്ളത് കൊണ്ട് എനിക്ക് പോകുവാൻ കഴിയുകയില്ല. സ്തോത്രം. കർത്താവ് പറഞ്ഞെന്താ അറിയാമോ? ഒരു വാക്കെന്നോട് പറഞ്ഞു, ഉണർന്നിരുന്ന് കേൾക്കണോ? അത് എന്താ അറിയോ? എസ്തേർ ഇപ്പോൾ ഒരു കംഫർട്ട് സോണിലാണ്. എസ്തേർ ഒരു കംഫർട്ട് സോണിലാണ്. പ്രവാസിയായി പിടിക്കപ്പെട്ടു വന്ന, അല്ലെങ്കിൽ സ്തോത്രം ഒരിക്കലും യോഗ്യതയില്ലാത്തൊരു പൊസിഷനിൽ എല്ലാ യഹൂദന്മാരെ കൊന്നാലും ആർക്ക് മരണമില്ല? എസ്തേറിന് മരണമില്ല. എല്ലാവരും ഈ ദേശത്ത് നശിച്ചാലും എനിക്ക് നാശമില്ല. എനിക്ക് ജോലിയുണ്ട്, ശമ്പളമുണ്ട്, ആരോഗ്യമുണ്ട്, സൗന്ദര്യമുണ്ട്, ജ്ഞാനമുണ്ട്, കഴിവുണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്, എല്ലാം എനിക്ക് അനുകൂലമാ. ഞാനൊരു കംഫർട്ട് സോണിലാ. സ്തോത്രം. കഷ്ടത എന്തെന്ന് ഞാൻ അറിയുന്നേ ഇല്ല. സ്തോത്രം. നമ്മളെല്ലാം ഒരു കംഫർട്ട് സോണിലാ. കർത്താവിന് വേണ്ടി കഷ്ടത സഹിക്കാൻ എനിക്കും നിങ്ങൾക്കും മനസ്സില്ല. സ്തോത്രം. എസ്തേർ ഇപ്പോൾ ഒരു കംഫർട്ട് സോണിൽ ഇരിക്കുക. ഞാൻ എന്തിന്, നിങ്ങൾ ഇവിടെ പണി നോക്ക്, എന്നെ രാജ്ഞിയായി വെച്ചിരിക്കുന്നു, മുഴുവൻ യഹൂദരെ കൊന്നാലും എനിക്ക് മരണമില്ല, ഞാൻ സുരക്ഷിതയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൂതൻ എന്നറിയാമോ? കംഫർട്ട് സോണിലിരിക്കുന്ന ദൈവത്തിലെ നീ പ്രവർത്തിച്ചില്ലെങ്കിൽ നീ നിന്റെ പിതൃഭവനം നശിച്ചു പോകും. പ്രവർത്തിക്കുന്നവരെ ദൈവം എഴുന്നേൽപ്പിക്കും. സ്തോത്രം. ആമേൻ, ആമേൻ. നിനക്ക് ഈ പ്രശ്നം നേരിടുന്നതിന്റെ കാരണം
നീ ഈ പ്രതികൂലത്തിലേക്ക് വിട്ടതിന്റെ കാരണം നീ പ്രാർത്ഥിക്കുന്നവളാ. കംഫർട്ട് സോൺ ഇരിക്കരുത്. യേശു പടകിലുണ്ട്, നല്ല ശാന്തമായ കടല്, നല്ല രസം, തുഴഞ്ഞു പോകാൻ കംഫോർട്ട് സോൺ ആയിരുന്നു. പക്ഷേ അവരുടെ കംഫോർട്ട് സോൺ ഒന്ന് മാറിയപ്പോൾ, മരണം മുഖാമുഖം കണ്ടപ്പോൾ, ആമേൻ, അവരടുത്ത് ചെന്ന് അവനോട് വിളിച്ചപേക്ഷിക്കുന്ന രംഗം ഇന്ന് പകൽ പരിശുദ്ധാത്മ ഓർപ്പെടുത്തുമ്പോൾ ഓർത്തുകൊള്ളുക. ആമേൻ, നിന്റെ കംഫോർട്ട് സോൺ വിട്ട് നീ പുറത്ത് വന്നേ പറ്റൂ. സ്തോത്രം. ഞാൻ മോർണിംഗ് പോയിട്ട് വന്ന വൈകിട്ടത്തെ പ്രാർത്ഥനയ്ക്ക് എങ്ങനെ വരും? നിന്റെ കംഫോർട്ട് സോണാ. സ്തോത്രം. നാളെ മോർണിംഗിന് പോകാൻ എഴുന്നേറ്റില്ലെങ്കിലോ, നാളെ മോർണിംഗിന് പോകാൻ ആരോഗ്യമില്ലെങ്കിലോ, സ്തോത്രം, ആമേൻ, നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി കരയുവാൻ, ആമേൻ, നിലവിളിക്കുന്ന ജീവിതങ്ങൾക്ക് വേണ്ടി കരയുവാൻ നിനക്ക് സമയമില്ലല്ലേ? സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാ ചില സമയങ്ങളിൽ നിനക്ക് മുഖം കർത്താവ് മറച്ചു വെക്കുന്നത്. നീ ഒന്ന് അടുത്ത് വന്ന് നിലവിളിക്കുന്നവളായി ഒന്ന് മാറണം. പ്രാർത്ഥിക്കുന്നവളായി മാറണം. സ്തോത്രം. നീ നിന്റെ പിതൃഭവനം നശിച്ചു പോകുന്നു പറഞ്ഞപ്പോൾ എസ്തർ പറഞ്ഞു, ഇല്ല. 4-ാം അധ്യായം അതിന്റെ 15-16 വാക്യങ്ങൾ പറയുമ്പോൾ ഇങ്ങനെ എഴുതിയേക്കുന്നു. അതിന് എസ്തർ മൊർദെഖായിയോട് മറുപടി പറഞ്ഞത്, നീ ചെന്ന് ശൂശനിലുള്ള എല്ലാ യഹൂദന്മാരെയും ഒന്നിച്ചുകൂട്ടി നിങ്ങൾ 3 ദിവസം രാവും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ എനിക്ക് വേണ്ടി ഉപവസിപ്പിൻ. പ്രൈസ് ദി ലോർഡ്. യഹൂദന്മാർ മുഴുവൻ ഉപവസിക്കട്ടെ, യഹൂദന്മാർ മുഴുവൻ പ്രാർത്ഥിക്കട്ടെ, യഹൂദന്മാർ ജനകുലം മുഴുവൻ നിലവിളിക്കട്ടെ. സ്തോത്രം. കംഫോർട്ട് സോണിൽ പുറത്തു വന്നുകൊണ്ട്, ആമേൻ, ഓരോ നേരവും ആഹാരവും വെള്ളവും കുടിക്കാതെ, ആമേൻ, വിടുതലിനായി പ്രാർത്ഥിക്കട്ടെ. എന്നിട്ട് ഞാനും എന്റെ ബാല്യക്കാരത്തികളും അങ്ങനെ തന്നെ ഉപവസിക്കും. നിങ്ങൾ അവിടെ ഉപവസിക്കുമ്പോൾ, ആമേ, കൊട്ടാരത്തിലിരിക്കുന്ന ഞാനും എൻ്റെ ബാല്യക്കാരത്തികളും ഇവിടെ ഉപവസിക്കാം. എസ്തറും യഹൂദ കുലം മുഴുവനും ഒരുമിച്ച് ഉപവസിച്ചു. എത്ര ദിവസം? 3 ദിവസം. 5-1 വായിച്ചേ. 3-ാം ദിവസം എസ്തർ രാജവസ്ത്രം ധരിച്ചും കൊണ്ട്. മതി, അത്രയും വായിച്ചാ മതി. പിന്നെ നടന്നത് മഹാ അത്ഭുതങ്ങളാണ്. സ്തോത്രം. ആമേൻ. ശത്രുവിനെ ഈ ദൈവം ഇല്ലാതാക്കുന്നു. ആമേൻ. മൊർദെഖായി ദൈവം മാനിക്കുന്നു. യഹൂദ ഗോത്രത്തെ മുഴുവൻ വിടുവിക്കുന്നു. ആമേൻ. ഒരു സഹോദരി തന്റെ കംഫോർട്ട് സോണിൽ നിന്ന് പുറത്തു വരുവാൻ തീരുമാനമെടുത്തപ്പോൾ, ആമേൻ, ദൈവത്തിന് ജനത്തിന് വിരോധമായി എഴുതിയ സകല ശത്രുവിന്റെ പദ്ധതികളും തകരുക മാത്രമല്ല, ദൈവം അനുകൂലമായി എഴുതിയ സകല പദ്ധതികളും ആ ദേശത്ത് ദൈവം നിവർത്തിപ്പാൻ ഇടയായി തീർന്നു. സ്തോത്രം, സ്തോത്രം. നിങ്ങൾ രോഗത്താൽ ഭാരപ്പെടുന്നെങ്കിൽ നിങ്ങളുടെ രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ജോലി സംബന്ധമായ പ്രശ്നം നേരിടുന്നെങ്കിൽ നിങ്ങളുടെ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട, ജോലിയുടെ പ്രശ്നങ്ങളുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ കംഫോർട്ട് സോണിൽ നിന്ന് നീ പുറത്തു വന്നേ മതിയാകൂ. എല്ലാം റെഡിയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം? അങ്ങനല്ല, ഞാനാണ് ആദ്യം വരുന്നത്, ഞാനാണ് ആദ്യം മുന്നിട്ടിറങ്ങുന്നത്. ഞാൻ ദൈവത്തിന്റെ മകളാ. ഞാൻ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ആര് പ്രാർത്ഥിക്കും? ഞാൻ പോയില്ലെങ്കിൽ ആര് പോകും? സ്തോത്രം. ഞാൻ അടുത്ത് ചെന്നില്ലെങ്കിൽ ആരടുത്ത് ചെല്ലും? എന്നെക്കുറിച്ച് മാത്രം ഞാൻ ചിന്തിച്ചുകൊണ്ട്, ആമേൻ, ദൈവ ഇഷ്ടം ചെയ്യുവാനായി ചുവട് വെക്കുവാൻ, ആമേൻ, നമ്മുടെ പരാജയം ഇന്ന് പകൽ ദൈവം ഓർപ്പിക്കുകയാണ്. സ്തോത്രം. അവിടെ പറഞ്ഞ മടുത്തു പോകാതെ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. മടുപ്പ് 2 രീതിയിലുണ്ട്. എങ്ങനെയാണെന്ന് അറിയാമോ? ഒന്ന്, പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതിരിക്കുമ്പോൾ മടുത്തു പോകും. പിന്നെ മറുപടി കിട്ടി കുറച്ച് കാലം കഴിയുമ്പോഴും നമുക്ക് എന്തുണ്ടാകും? ഇനി എല്ലാ വിഷയത്തിനും മറുപടി കിട്ടി, ഇനിയിപ്പോൾ ഇല്ലേ? 2 തരത്തിലും മടുത്തു പോകും. സ്തോത്രം. നമ്മളെ മടിപ്പിക്കും. എല്ലാം സുഖമായി കഴിയുമ്പോൾ നമ്മുടെ എരിവ് അവസാനിക്കും, നമ്മുടെ ആഗ്രഹം അവസാനിക്കും, നമ്മുടെ ഇഷ്ടം അവസാനിക്കും. നമ്മളെ ശത്രു താഴേക്ക് വലിച്ച് താഴെ ഇടും. സ്തോത്രം. കാരണം നമുക്കറിയാമല്ലേ, പ്രശ്നമുള്ളപ്പോൾ എന്നോ കരച്ചിലും നിലവിളിയ. പ്രശ്നങ്ങളെല്ലാം മാറിക്കഴിയുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയുടെ എരിവെല്ലാം അങ്ങ് താഴും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ എന്തുകൊണ്ട് മുഖം മറച്ചെന്ന് ചോദിച്ചാൽ, ഒന്ന്, സമീപസ്ഥരാക്കിയ നിന്നെ ദൈവസഭയ്ക്കകത്ത് വന്നിട്ടും അടുത്ത് വരാൻ കഴിയുന്നില്ല എന്നുള്ള, നീ അടുക്കുവാൻ മനസ്സ് കാണിക്കുന്നില്ല എന്നുള്ള നിന്റെ കുറവ് ഇന്ന് പകൽ നിന്നോട് വെളിപ്പെടുത്തുക. 2, അടുത്ത് വന്നവർ, ആമേൻ, ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ ദൈവത്തോട് നിലവിളിക്കുന്നില്ല എന്നുള്ള കുറവ് ഇന്ന് പകൽ വെളിപ്പെടുത്തുക. സ്തോത്രം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വായിക്കാം ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ലൂക്ക് ചാപ്റ്റർ 5, 3-5.
ആ പടകുകളിൽ ശീമോൻ ഉള്ളതായ ഒന്നിൽ ആ. യേശു കയറി കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശീമോനോട് ആ. ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുവിൻ എന്ന് പറഞ്ഞു. അതിന് ശീമോൻ, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. ആ. എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാമെന്ന് ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ ശ്രദ്ധിക്കണം, ശീമോനെ പോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടൊരു മുക്കുവൻ വേറെയില്ല. കടലിന്റെ എല്ലാ ഗതിയും അറിയുന്നവനാണ്. ഇതിന്റെ കൂടെ പടകിൽ ആരുണ്ട്? കർത്താവുണ്ട്. സ്തോത്രം. നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. ഈ ദേശത്ത് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അപ്രൂവലുണ്ട്. കൂടെ പ്രാർത്ഥനയുണ്ട്. സ്തോത്രം. പക്ഷെ എന്നിട്ടും പടകിൽ യേശു, കടലിൽ എന്ത്? ശൂന്യത. സ്തോത്രം. കടലിൽ മത്സ്യമില്ലാണ്ടാണോ? കടലിൽ എല്ലാ മത്സ്യം അവിടെ കിടപ്പുണ്ട്. പക്ഷെ നീ വലയിറക്കുന്നിടത്തെല്ലാം എന്താണ്? ഒരു ശൂന്യത. ദൈവത്തിന് സ്തോത്രം. പറഞ്ഞ മറുപടി എന്താണ്? കർത്താവേ, രാത്രി മുഴുവൻ ഞാൻ എന്ത് ചെയ്തു? അധ്വാനിച്ചു. എങ്കിലും നിന്റെ വാക്കിന് ഞാൻ എന്ത് ചെയ്യാം? വലയിറക്കാം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്താ രാത്രി മുഴുവൻ ഒന്നും കിട്ടാഞ്ഞത്? എന്തുകൊണ്ടാണ് ദൈവം അവന് മുഖം തിരിച്ചത്? എന്തുകൊണ്ട് അവൻ ആഗ്രഹിച്ച? സ്തോത്രം. ഞങ്ങളൊക്കെ നാട്ടിൽ ചൂണ്ടയിടുന്നവരാ. പണ്ട് ചെറുപ്പത്തിൽ ചൂണ്ടയിടും. മീൻ കിട്ടിക്കൊണ്ടിരിക്കുവാണ് ഭയങ്കര ഒരു രസമാണ്. ഓരോ മിനിറ്റ് മീൻ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? മീൻ കൊത്തി കഴിയുമ്പോൾ പിന്നെ ഇടാൻ തോന്നും. ഇതൊരു 10 മിനിറ്റ് ഇട്ടൊരു അനക്കം വന്നില്ലെങ്കിൽ എല്ലാവരുടെ ചൂണ്ടയിട്ടോട്ടെ ഞങ്ങൾ വീട്ടിൽ പോകും. സ്തോത്രം. അപ്പം ഇത് കിട്ടും തോറും നമുക്കൊരു ഉത്സാഹം കിട്ടും. എന്നാൽ ആമേൻ, ഇതെല്ലാം അധ്വാനിച്ചിട്ടും ശൂന്യതയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ പത്രോസിനോട് പറഞ്ഞ ദൂതാണ് കർത്താവിനോട് പറയാനുള്ളത്. നിന്റെ വാക്കിന് എന്ത് ചെയ്യാം? ഞാൻ വലയിറക്കാം. നീ എന്തു പറയുന്നുവോ അത് മാത്രം ഞാൻ അനുസരിക്കാം. നീ എന്തു പറയുന്നുവോ അതുപോലെ ഞാൻ അനുസരിക്കാം. ഈ കുറവ് എന്ന് പകൽ ദൈവം വെളിപ്പെടുത്തിയ സ്തോത്രം. കാരണം കർത്താവ് തരുന്ന ആലോചനയ്ക്കകത്ത് നമ്മൾ കുറച്ച് എന്ത് ചെയ്യും? സ്തോത്രം. നാട്ടിലൊക്കെ പശുവിനെ വിൽക്കുന്നവർക്ക് അറിയാം. പശുവിൻ്റെ പാലെല്ലാം എടുത്തിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യും? നാട്ടുകാർക്ക് വിൽക്കാൻ കടയിൽ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? കുറച്ച് വെള്ളം കൂടെ ചേർത്തൊഴിച്ചിട്ട് 5 ലിറ്റർ പാൽ 6 ലിറ്റർ ആക്കിയാണ് നമ്മൾ വിറ്റോണ്ടിരിക്കുന്നത്. പോലെ ദൈവം പറഞ്ഞ ദൂതിനെ, മായമില്ലാത്ത പാലിനെ നമ്മുടെ ആലോചനയോടെ മിക്സ് ചെയ്ത് നമ്മൾ പുറത്തു കൊണ്ടുവരും. ദൈവത്തിന് സ്തോത്രം. ദൈവം പറയുന്നത് പോലെ പോകുവാനുള്ള മനസ്സ് നമുക്കില്ല. ഉൽപ്പത്തി 6:22 പറയുന്നു, ദൈവം നോഹയോട് കൽപ്പിച്ചതുപോലെ. ജനസിസ് 6:22 ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു. അങ്ങനെ തന്നെ അവൻ ചെയ്തു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നോഹയുടെ ദൈവം എന്ത് കൽപ്പിച്ചുവോ അങ്ങനെ തന്നെ അവൻ ചെയ്തു. പുറപ്പാട് 40:16 വായിച്ചേ. എക്സോഡസ് 40:16. നോക്കിക്കേ, സമാഗമന കൂടാരം പണിയുന്ന വിഷയത്തിൽ മോശ എന്ത് ചെയ്തു? ദൈവം പറഞ്ഞതുപോലെ അങ്ങനെ തന്നെ ചെയ്തു. സ്തോത്രം. സദൃശവാക്യത്തിന് വാക്കുണ്ട്. സദൃശവാക്യം 14:12. ആ വാക്കിയോട് ചേർത്ത് വായിച്ചാട്ടെ. ചിലപ്പോൾ ഒരു വഴി ഒരു മനുഷ്യന് ചിലപ്പോൾ ചില കാര്യങ്ങൾ മനുഷ്യന് നല്ലതായിട്ടൊക്കെ തോന്നും. അതിന്റെ അവസാനമോ മരണവഴികൾ അത്രേ. പലതും നിനക്ക് നല്ലതായി തോന്നും. ദൈവത്തിന്റെ ആലോചനയ്ക്ക് അനുസൃതമായി നിൽക്കാതെ നിന്റെ ബുദ്ധിയിൽ ഉദിച്ചു വരുന്ന പലതും നിനക്ക് നല്ലതായി തോന്നും. പക്ഷേ ദൈവം പറഞ്ഞത്, നിന്നോട് കൽപ്പിച്ചത് അങ്ങനെ തന്നെ ചെയ്യുവാൻ മനസ്സുള്ള ഒരു ദൈവത്തിനെ കാത്തിരിക്കുന്ന ഒരു പിതാവിന് ഇന്ന് പകൽക്കാലം നീ മറന്നു പോകരുത്. അങ്ങനെ തന്നെ ചെയ്തു. സ്തോത്രം. അങ്ങനെ തന്നെ ചെയ്തു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ വൈഫിനെയും കുഞ്ഞിനെയും വിസ എടുത്ത് കൊണ്ടുവരാൻ വരുന്ന സമയത്ത് ഞാനൊരു ദർശനം കണ്ടു.
വിസ എല്ലാം കിട്ടി. ഇപ്പം നാട്ടിൽ പോകണ വേണ്ടി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്ന് വിസിറ്റിംഗ് പാസ്റ്റർ വരുന്ന സമയം അപ്പം എന്നോട് പറഞ്ഞു, ഒരു പാസ്റ്റർ വരുന്നുണ്ട്, അവർ കൂടെ വിട്ട എന്തിനാ വെറുതെ പോകണ്ടല്ലോ പറഞ്ഞു. പക്ഷേ ഞാൻ രാത്രി കിടക്കുമ്പോൾ ഒരു ദർശനം കാണുകയാണ്. സ്തോത്രം. അന്നേരം സഭയിൽ ദൈവാസന ഭവനത്തിൽ ഞാൻ ചെല്ലുന്നു. അപ്പോൾ എന്നോട് ദൈവാസനം പറയുന്നു, ഞാൻ ആ താമസിച്ച ഫ്ലാറ്റിൽ ചെല്ലുക, ഡോറ് തുറക്കുക, ഹോളിൽ കയറുക, ഉടൻ തന്നെ പുറത്തിറങ്ങുക, പൂട്ടുക, ഈ വരിക എന്ന് പറഞ്ഞു. ഒരു ദർശനം കണ്ടു. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, നാട്ടിൽ പോകണം, പക്ഷേ ചെല്ലുക, അവരെ വിളിക്കുക, തിരിച്ചെന്ത് ചെയ്യുക, പോരുക. ചുരുക്കം ദിവസം നിൽക്കാവുള്ളൂ, കൂടുതൽ ദിവസം നിൽക്കരുത്. ഞാൻ ലീവിന് അപ്ലൈ ചെയ്തു 4 ദിവസത്തേക്ക് എന്ന് പറഞ്ഞാൽ ഇന്ന് പോകും, 4-ാം ദിവസം തിരിച്ചു കയറും. ഞങ്ങളുടെ മാനേജർ ഇന്ത്യക്കാർ പറഞ്ഞു, സുനിൽ, വൈ ആർ ഡൂയിങ് ദിസ്? നോ ഇഷ്യൂസ്, യു ടേക്ക് അറ്റ്ലീസ്റ്റ് 20 days, യു ആർ സ്പെൻഡിങ് ദിസ് മച്ച് മണി. ഞാൻ പറഞ്ഞില്ല, വേണ്ട 4 ദിവസം. സുനിൽ, ടേക്ക് യുവർ, നോ പ്രോബ്ലം, നോബഡി വിൽ ടെൽ യു എനിത്തിങ്. ഞാനല്ലേ അപ്രൂവ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ല, വേണ്ട, 4 ദിവസം മതി. ഞാൻ നാട്ടിൽ പോയി, ഇന്ന് പോയി, നാളെ ചെന്നു, പിറ്റേ ദിവസം എല്ലാം പാക്ക് ചെയ്തു, അടുത്ത ദിവസം രാത്രി കയറി, അതിൻ്റെ ദിവസം തിരിച്ചിരിക്കുകയാണ്. സ്തോത്രം. കുടുംബമായിട്ട് ഇവിടെ വന്നു. സ്തോത്രം. ഇല്ല, പക്ഷെ അപ്പോൾ എൻ്റെ മനസ്സിൽ ഇതിങ്ങനെ കിടപ്പുണ്ട്, എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത്? സ്തോത്രം, എന്തെങ്കിലും കാരണമുണ്ടോ? ഞാൻ ആ വഴിക്കങ്ങ് വിട്ടു. ഞാൻ എത്തുന്നത് ഒക്ടോബർ 26-ാം തീയതിയാണ്. ഡേറ്റ് വരെ എനിക്ക് ഓർമ്മയുണ്ട്. 2005 ഒക്ടോബർ 26-ാം തീയതി ഞാനും എൻ്റെ ഭാര്യയും കുഞ്ഞും ഈ ദേശത്തേക്ക് എത്തുന്നു. സ്തോത്രം. നവംബർ 1-ാം തീയതി എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിക്കുന്നു. എന്നിട്ട് ചോദിച്ചു, സിസ്റ്റർ വന്നപ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു? ഞാൻ പറഞ്ഞില്ല. ഇന്ന് എൻ്റെ ഒരു കൂട്ടുകാരൻ വന്നു, അവനും താങ്കളെപ്പോലെ തന്നെ വൈഫിനെയും കുഞ്ഞിനെയും കൊണ്ടുവന്നു. 1-ാം തീയതി രാവിലെ ഇവിടെ ലാൻഡ് ചെയ്തു കുവൈറ്റ് എയർവേസിൽ. ഹസ്ബൻഡിനെ മാത്രം ഇങ്ങോട്ട് കയറ്റി വിട്ടു, വൈഫിനെയും കുഞ്ഞിനെയും വിട്ടില്ല. എന്താ കാരണം? കുവൈറ്റ് ഗവൺമെന്റ് ഒരു നിയമം കൊണ്ടുവന്നു. 2005 നവംബർ 1-ന് മുമ്പ് ഒക്ടോബർ 31 വരെ ഫാമിലി വിസ കിട്ടിയാൽ നാട്ടിൽ മെഡിക്കൽ ഇല്ല. വിസിറ്റ് വിസയിൽ ആളെ കൊണ്ടിരുന്ന പോലെ വിസ കൊടുക്കുന്നു, അടുത്ത ദിവസം ആൾ ചെയ്യുന്നു, കയറി വരുന്നു. സ്തോത്രം. 1-ാം തീയതി മുതൽ ഗവൺമെന്റ് നിയമം വെച്ചു, 1-ാം തീയതി മുതൽ വരുന്ന ആളുകൾ ഭാര്യയും കുഞ്ഞുങ്ങളും മെഡിക്കൽ എടുത്ത് അതിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ, ഈ ദേശത്തേക്ക് വരാവുള്ളൂ. സ്തോത്രം. ഇത് എല്ലാ ട്രാവൽ ഏജൻസിക്കും ഇൻഫർമേഷൻ കിട്ടിയില്ല. അതുകൊണ്ട് ഭാര്യയും കുഞ്ഞുമായി ഇദ്ദേഹം കയറി വന്നു. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് മെഡിക്കൽ ഇല്ലാത്തതുകൊണ്ട് അവരെ കയറ്റി വിട്ടില്ല. അന്ന് വൈകിട്ടത്തെ കുവൈറ്റ് എയർവേസിന്റെ ഫ്ലൈറ്റിന് ആ ഭാര്യയും കുഞ്ഞിനെ നാട്ടിലേക്ക് അദ്ദേഹം തിരിച്ചയച്ചു. സ്തോത്രം. നിങ്ങൾ ഓർത്ത് നോക്കിക്കേ, ഒക്ടോബർ 26-ാം തീയതിയും നവംബർ 1-നും തമ്മിൽ എത്ര ദിവസമുണ്ട്? 4 ദിവസം. എൻ്റെ മാനേജർ പറഞ്ഞ വാക്ക് നല്ലതായി തോന്നിയിരുന്നെങ്കിൽ, സ്തോത്രം, എൻ്റെ മാനേജർ വാക്കുകൾ എത്ര സ്നേഹമുള്ളതായി തോന്നിയിരുന്നുവെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, ഞാൻ പറഞ്ഞത് നീ അങ്ങനെ തന്നെ അനുസരിക്കണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദുഃഖിക്കാതെ കുടുംബമായി ഇവിടെ നിന്ന് വരുവാൻ കഴിഞ്ഞുവെങ്കിൽ, ശത്രു ഒരുക്കുന്ന ഓരോ കെണികളും തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവം നമ്മുടെ വഴികൾ മുടക്കുമ്പോൾ ഓർത്തുകൊള്ളണം. സ്തോത്രം. ഒരു വലിയ മഹത്വം അതിന് പിന്നിൽ മറഞ്ഞിരിപ്പുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മെ കരുതുന്ന ഒരു ദൈവത്തിന്റെ കരുതൽ. ഞാൻ പൊട്ടണ, എനിക്കുമല്ല മനസ്സിലായോ? ഡോറ് തുറക്കുക, ഇറങ്ങി പോരുക, അത് അനുസരിക്കാൻ അതിനേക്കാളും പൊട്ടണ ആരാളും പറയും. നാട്ടിൽ പോയി 10 ദിവസം നിന്നച്ച് വരരുതോ? നിശ്ചയമായും പറയും. പക്ഷേ ഇവിടെ ദൈവത്തിന് വേറെ ഓപ്ഷൻ ഇല്ല. ഒരു കഴുതയെ പോലെ, പൊട്ടനെ പോലെ അങ്ങനെ തന്നെ അനുസരിപ്പാൻ ദൈവാത്മാവ് നമ്മോട് പറയുകയാണ്. സ്തോത്രം. അതിനകത്ത് എന്ത് ചെയ്യരുത്? മാനേജറുടെയോ നിന്റെയോ വെള്ളം ചേർക്കരുത്. നിനക്കത് നാശത്തിന് കാരണമായി തീരും. സ്തോത്രം. അപ്പൊ 1-ാമത്തെ വിഷയം, അങ്ങനെ തന്നെ നീ അനുസരിപ്പാൻ വേണ്ടി ദൈവം തന്റെ മുഖം മറച്ചു. നീ 5-7 വായിച്ചേ. അതില്ലേ? ബൈബിളെല്ലാം ഒട്ടി ഇരിക്കുകയറി എടുക്കാത്തോണ്ട് ലൂക്കോസ് പിടിച്ച പിന്നെ നേരെ യോഹന്നാനിലോട്ട് അങ്ങ് ഓടുക. പറഞ്ഞു വായിച്ചു. അല്ല, ലൂക്കോസ് 5-7. അവർ മറ്റേ പടകുകളിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു. അവർ വന്ന് പടക് 2 മുങ്ങുമാറാകുവോളം നിറച്ചു. നോക്കിക്കേ, ശൂന്യമായ പടകിൽ അങ്ങനെ തന്നെ അനുസരിച്ചപ്പോൾ, അങ്ങനെ തന്നെ ചെയ്തപ്പോൾ
നിന്റെ പടക് നിറയെ മാത്രമല്ല, അനേകരുടെ പടക് നിറഞ്ഞു. സ്തോത്രം. ഒരു ദൂത് പറയട്ടെ, നീ അങ്ങനെ തന്നെ അനുസരിക്കാൻ തയ്യാറാകുമെങ്കിൽ നീ മാത്രമല്ല, നിന്റെ കുടുംബത്തിലുള്ളവരും നിന്റെ ബന്ധുമിത്രാദികളും, നീ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവരെല്ലാം ഈ ദിനങ്ങളിൽ രക്ഷയിലേക്ക് കടന്നു വരും. ദൈവത്തിന് സ്തോത്രം. 2 പടക് നിറഞ്ഞു. സ്തോത്രം. അതിന്റെ 11-ാം വാക്യം ഒന്ന് വായിച്ചിനിയും. പിന്നെ അവർ പടകുകളിലെ കരയ്ക്ക് അടുപ്പിച്ചിട്ട് സകലവും വിട്ട് യേശുവിനെ അനുഗമിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇത് നല്ല പരിപാടിയാണല്ലോ. കർത്താവിന്റെ വാക്കനുസരിച്ചപ്പോൾ ഇങ്ങനെ ഒരു പടകിന് 2 പടക് രണ്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇത് നല്ലൊരു ബിസിനസ് ആണെന്നല്ല അവർ ചിന്തിച്ചത്. സ്തോത്രം. ഈ ഭൗതിക നന്മ കണ്ട് നിന്റെ കണ്ണ് മഞ്ഞളിച്ച് പോകുന്നത് കണ്ടുകൊണ്ട് ദൈവം പറയുന്നു, ഈ നിന്റെ ജീവിതത്തിലെ നന്മ കണ്ട് നീ ക്രിസ്തുവിനെ വിട്ട് എല്ലാം വിട്ട് പടകിന്റെ പുറകെ പോകുമോ, അതോ സകലവും വിട്ട് ക്രിസ്തുവിന്റെ പുറകെ പോകുമോ എന്നുള്ള ഒരു പരാജയം കർത്താവ് ഇന്ന് പകൽക്കാലം കാണുകയാണ്. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. എല്ലാം നല്ലതായിരിക്കുമ്പോൾ ക്രൈസ്റ്റ് ഇസ് വെരി ഗുഡ്. കഷ്ടത വരുമ്പോഴോ, ആമേൻ, പ്രതികൂലം വരുമ്പോഴോ ദൈവം നിന്നെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. താഴ്ച വരുമ്പോൾ, തകർച്ച വരുമ്പോൾ, ആമേൻ, ശൂന്യത വരുമ്പോൾ, ആമേൻ, സ്തോത്രം, സമൃദ്ധി വരുമ്പോഴും ദൈവം നിന്നെ ടെസ്റ്റ് ചെയ്യും. പത്രോസ് പറഞ്ഞു, ഈ മീനൊന്നും ശാശ്വതമല്ല. ആമേൻ, ശാശ്വത ഭവനത്തിലേക്ക് പോകുവാൻ ഈ പടകിനെ വിട്ട് ഇതാ ശാശ്വത ഭവനത്തിന്റെ നായകനായവന് പിന്നാലെ ഞാൻ പോകുകയാണ്. സ്തോത്രം. പൗലോസ് പറഞ്ഞു, ദ്രവ്യാഗ്രഹം സകല ദോഷത്തിനും കാരണമാ. അതുകൊണ്ട് നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ അതിനെ വിട്ട് ഓടാൻ പറഞ്ഞു. സ്തോത്രം. അതിനെ വിട്ട് ഓടിയാൽ എന്ത് സംഭവിക്കും? സങ്കീർത്തനം പറയുന്നു, നന്മയും കരുണയും ആയുഷ്കാലം നിന്നെ പിന്തുടരും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്തിനാ മിണ്ടാതെ പടകിലിരുന്ന് പത്രോസ് പിടിക്കും ഒരു മീൻ പോലും കിട്ടുന്നില്ലെന്ന് അറിഞ്ഞിട്ടും യേശു മിണ്ടായിരുന്നറിയാമോ? സ്തോത്രം. ആമേൻ. പത്രോസേ, നിന്റെ പടക് ശൂന്യമാക്കുവാനും നിന്റെ പടക് നിറയ്ക്കുവാനും കഴിവുള്ളവനാണെന്ന് പകൽക്കാലം നിന്റെ കൂടെ ഇരിക്കുന്നെന്ന് നീ ഒന്ന് തിരിച്ചറിയുവാൻ, അവൻ പറയുന്ന വാക്കുകൾ അതുപോലെ അനുസരിപ്പാൻ, അവൻ നന്മ കണ്ട് ആത്മീയം വിട്ട് കളയുന്ന നന്ദിയില്ലാത്ത മനുഷ്യരെ പോലെ ആകാതെ ക്രിസ്തുവിന് പിന്നാലെ അന്ത്യത്തോളം ചെല്ലുന്ന ഒരു ശക്തനായി തീരുവാൻ അല്പകാലത്തേക്ക് മുഖം ദൈവം മറച്ചു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അവൻ പറയുന്നത് പോലെ അനുസരിക്കണം, അതുപോലെ അനുസരിക്കണം. സ്തോത്രം. എത്ര നന്മ കിട്ടിയാലും എത്ര ഉയർച്ച വന്നാലും നീ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. കർത്താവേ, പകർന്ന കൃപ അംശം പോലും നഷ്ടപ്പെട്ടു പോകരുതേ. പകർന്ന ദൈവസ്നേഹം നഷ്ടപ്പെട്ടു പോകരുതേ. തന്ന എരിവ് നഷ്ടപ്പെട്ടു പോകരുതേ. അന്ത്യത്തോളം നിനക്ക് വേണ്ടി നിൽക്കാനുള്ള ആ വലിയ കൃപ നഷ്ടപ്പെട്ടു പോകരുതേ. നീ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഇതൊന്നും കണ്ടിട്ട് പറഞ്ഞു എല്ലാം വിട്ടേച്ച് കർത്താവിന്റെ പുറകെ യാത്ര തിരിച്ചു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് മഹത്വം. ഒരു ഭാഗം പറയും, മത്തായി 14-ാം അധ്യായം അതിന്റെ 22 മുതലൊന്ന് വായിച്ചേ. മത്തായി 14:22. ആ ആ നിർബന്ധിച്ചു. ആ ഇരുന്നു. ആ കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. രാത്രിയിലെ സ്നാനയാമത്തിൽ യേശു കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു. അതൊരു ഭൂതമെന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിച്ചു. ഉടനെ യേശു അവരോട്, ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. അതിന് പത്രോസ്, കർത്താവേ, നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്കൽ വരേണ്ടതിന് കൽപ്പിക്കണമെന്ന് പറഞ്ഞു. പറഞ്ഞു. പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി യേശുവിന്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു. ഇനി 31-ാം വാക്യം. അല്പവിശ്വാസിയെ, നീ എന്തിനു സംശയിച്ചു എന്ന് പറഞ്ഞു. അവർ പടകിൽ കയറിയപ്പോൾ കാറ്റമർന്നു. പടകിലുള്ളവർ, നീ ദൈവപുത്രൻ സത്യം എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. ദൈവത്തിന് സ്തോത്രം. ഈ 2ാം സിറ്റുവേഷനേക്കാൾ ഇത് 3-ാം സിറ്റുവേഷൻ ഇച്ചോടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ 2 സിറ്റുവേഷനിൽ പടകിൽ ആരുണ്ടായിരുന്നു? യേശു ഉണ്ടായിരുന്നു.
ഈ സിറ്റുവേഷനിൽ പടകിൽ ആരില്ല? യേശുവില്ല. ഇവരെ പടയിൽ കയറ്റി വിട്ടേച്ച് പുള്ളി പ്രാർത്ഥിക്കാൻ മലയിൽ പോയിരുന്നു. വചനം പറയുന്നു, പടകോ കര വിട്ട് പല നാഴിക ദൂരത്തായി, കാറ്റോ പ്രതികൂലമായിരുന്നു. സ്തോത്രം, സ്തോത്രം. മറ്റേ അടുത്തുള്ള ചെന്ന് യേശുവിനെ വിളിക്കാമായിരുന്നു. ഇവിടെ യേശു അടുത്തില്ല. യേശുവിന് ഇങ്ങോട്ട് വരാനുള്ള ഒരു മാർഗവും ഒരു കാണുന്നുമില്ല. എപ്പോഴാണ് അവൻ അടുത്ത് വന്നത്? രാത്രിയുടെ. ഞാനിപ്പം കൊല്ലത്താണോ അതോ ഞാനിനി കോഴിക്കോട്ടാണെന്ന് പോലും അറിയാത്ത അവസ്ഥയിൽ കടലിനടുക്ക് ഇങ്ങനെ കിടക്കുക. സ്തോത്രം. എല്ലാം പ്രതികൂലം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവം വെറുതെ അല്ല അവരെ അങ്ങോട്ട് അയച്ചത്. ഒന്നാമത് നീ മനസ്സിലാക്കണം, നിനക്കറിയാത്ത മാർഗത്തിലൂടെ നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് നീ ഒന്ന് വിശ്വസിക്കണം. സ്തോത്രം, സ്തോത്രം. കാര്യം യേശു നീന്തി അവരെ കാണിച്ചോന്ന് എനിക്കറിയത്തില്ല, ബൈബിളിൽ കാണുന്നില്ല. ഇനി നീന്തിയാൽ പോലും എത്ര സമയം കൊണ്ട് ഇവിടെ വരാൻ പറ്റുമെന്ന്. കാര്യം പടക് എത്രയോ ദൂരത്താ. സ്തോത്രം. മറ്റു പടകളൊന്നും ഈ പാതിരാത്രി അവിടെ കാണത്തുമില്ല. സ്തോത്രം. അപ്പൊ വരാനുള്ള സാധ്യതയില്ല. എൻ്റെ പ്രശ്നത്തിലേക്ക് വരാൻ, യേശുവിന് വരാൻ സാധ്യതയില്ലെന്ന് ചിന്തിക്കുന്ന എന്നോടും നിന്നോടും ദൈവത്തിന് പറയാനുള്ളത്, നീ ചിന്തിക്കാത്ത വഴികളിലൂടെ ദൈവം നിന്റെ പ്രശ്നങ്ങളിൽ പ്രവർത്തിക്കും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. 2, ഈ സാഹചര്യം കൊണ്ട് നീ തന്നെ ഉറപ്പിച്ചു, ഈ പ്രശ്നത്തിൽ, ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ പരാജയപ്പെടുമെന്ന് നീ ഭയപ്പെടുന്നു. നിന്റെ ഭയത്തെ ദൈവം ഇല്ലാതാക്കാൻ പോകുന്നു. സ്തോത്രം, സ്തോത്രം. നിന്റെ സംശയത്തെ അവൻ എടുത്തു മാറ്റാൻ പോകുന്നു. സ്തോത്രം. അവർ പടകിൽ കേറിട്ട് പറഞ്ഞു, സ്തോത്രം, ഇവൻ ദൈവപുത്രൻ തന്നെ സത്യമെന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇനി ഒരു ശ്രദ്ധിക്കണം, ആദ്യ സാഹചര്യത്തിൽ കാറ്റും കോളും വന്നെങ്കിൽ അല്പം കഴിയുമ്പോൾ ചിലപ്പോൾ കാറ്റും കോളും ശാന്തമാകാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ സാഹചര്യത്തിൽ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും അവൻ ഒന്നും കിട്ടിയില്ലെങ്കിലും പിന്നെ വീശിയാലും പത്രോസിനെ കൊണ്ട് മീൻ പിടിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ യേശു വെള്ളത്തിന്മേൽ നടന്നതുപോലെ പത്രോസിന് നടക്കുവാൻ സാധ്യതയില്ലെങ്കിലും വചനം പറയുന്നു, പത്രോസും വെള്ളത്തിന്മേൽ നടന്നു. സ്തോത്രം. എന്താ എൻ്റെ ദൂതെന്നറിയാമോ? നിന്റെ കഴിവിനാലല്ല, ദൈവം തരുന്ന കൃപയാൽ ഈ ഭൂമിയിൽ ദൈവത്തിന് വേണ്ടി എന്തും ചെയ്യുന്നവനാക്കി നിന്നെ മാറ്റുവാൻ വേണ്ടി അല്പകാലത്തേക്ക് ദൈവം മുഖം മറച്ചു. സ്തോത്രം. അങ്ങനല്ലേ വാക്യം എഴുതി വെച്ചിരിക്കുന്നത്? സ്തോത്രം. അതിനിങ്ങനെ ഇരിക്കുന്നു, 29-ാം വാക്യം, വരികയെന്ന് അവൻ പറഞ്ഞു. പത്രോസ് പടകിൽ നിറങ്ങി യേശുവിന് അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു. പത്രോസ് നടന്നു. സ്തോത്രം. ആമേൻ, ആമേൻ. പൗലോസ് പറഞ്ഞു, എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം എല്ലാം എനിക്ക് പറ്റുന്നു. സ്തോത്രം. വല വീശി ഇനിയും മീൻ കിട്ടും, കടൽ ശാന്തമായി എനിക്ക് പിന്നെയും തുഴഞ്ഞു പോകാം. പക്ഷേ വെള്ളത്തിന്മീതെ നടക്കുവാൻ പത്രോസ് നിനക്ക് കഴിയില്ല. അത് നിന്റെ കഴിവല്ല, അതാണ് കൃപ. സ്തോത്രം. ആമേൻ, ആമേൻ. നിനക്ക് തന്നെ ഒരു ഉറപ്പില്ല കർത്താവിനെ കുറിച്ച്, നിനക്ക് തന്നെ ഒരു വിശ്വാസമില്ല കർത്താവിനെ കുറിച്ച്. എന്നാൽ വെള്ളത്തിന്മേൽ നടന്നവൻ പടകിൽ കയറിയപ്പോൾ അവൻ ഒരുമിച്ച് പറഞ്ഞു, നീ ദൈവപുത്രൻ തന്നെ സത്യം. നിന്നെ ഒന്ന് ഉറപ്പിക്കുവാൻ, ക്രിസ്തുവിൽ ഉറപ്പിക്കുവാൻ, നിന്റെ സംശയം മാറുവാൻ, നിന്റെ അവിശ്വാസം മാറുവാൻ, നിനക്ക് ചെയ്യുവാൻ കഴിയാത്ത കാര്യങ്ങൾ കൃപയിലൂടെ ഈ ഭൂമിയിൽ ദൈവം നിന്നെ കൊണ്ട് ചെയ്യിക്കുവാൻ അല്പകാലത്തേക്ക് അവന്റെ മുഖം ഒന്ന് മറച്ചു. സ്തോത്രം. സ്നേഹത്തിന്റെ കോപം, നിന്നെ അമിതമായി സ്നേഹിക്കുന്ന പിതാവിന്റെ കോപം. സ്തോത്രം. മുഖം മറച്ചെങ്കിലും മഹാകരുണയോടെ നിന്നെ ചേർക്കുന്ന ഒരു ദൈവം. നിന്നെ ചേർക്കുമ്പോൾ എന്തൊക്കെ സംഭവിച്ചെന്നറിയാമോ? ഇപ്പോൾ കരുണയോടെ ചേർക്കണമെങ്കിൽ നീ ഇപ്പോൾ അടുത്ത് ചെന്നിരിക്കുന്നു. നീ അവനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നു. അവൻ പറയുന്നത് പോലെ അനുസരിക്കുന്നു. ഇവരിൽ അധികമായി നീ അവനെ സ്നേഹിക്കുന്നു. ഈ മാറോട് ചേർക്കുന്ന ദൈവത്തെ കുറിച്ച്
നീ ഉറപ്പും നിശ്ചയമുള്ളവനായി മാറുന്നു. നീ വിശ്വസിക്കുന്നു. ആമേൻ. ഞാൻ ബൈബിൾ പഠിച്ചാലും ഇല്ലെങ്കിലും, ആമേൻ സ്തോത്രം, എനിക്ക് ജ്ഞാനമുണ്ടെങ്കിലും ഇല്ലെങ്കിലും, എനിക്ക് കഴിവുണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഞാൻ ഒന്നുമല്ലെങ്കിലും ദൈവത്തിന്റെ കരുണയാൽ, കൃപയാൽ, ആമേൻ, ഭൂമിയിൽ കർത്താവിന് വേണ്ടി ജീവിപ്പാൻ എന്നെ കൊണ്ട് സാധിക്കുന്ന ദൈവത്തിന്റെ കൃപ ദൈവം എൻ്റെ മേൽ പകരുമെന്ന് നീ ഇന്ന് പകൽ വിശ്വസിക്കണം. സ്തോത്രം, സ്തോത്രം. ഞങ്ങളുടെ വീട്ടിൽ വരുന്ന ആദ്യം വചനത്തിന് വിത്തുകൾ വിതച്ച ഒരു അച്ചായനും അമ്മാമയും, ആ അമ്മാമ ആൻറ്റി സ്തോത്രം പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ പ്രാർത്ഥന ഒട്ടും താല്പര്യമില്ലാതിരുന്നു ഞാൻ. പക്ഷെ അവർ ദൈവവചനം പ്രസംഗിക്കുമ്പോൾ, ആ വചനത്തിൻ്റെ മർമ്മങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ ഞാൻ അറിയാതെ അവിടുന്ന് ഹൃദയത്തിൽ പറഞ്ഞിട്ടുണ്ട്, കർത്താവേ, ഇതുപോലെ വചനങ്ങൾ പറയുവാൻ എനിക്ക് കഴിയുമോ? സ്തോത്രം, ഹല്ലേലൂയ. അന്ന് ആഗ്രഹമില്ല, പ്രാർത്ഥനയോട് ഇഷ്ടമില്ല, ആമേൻ, ഒരിനും ആത്മീയം താല്പര്യമില്ല. പക്ഷെ വചനം പുറപ്പെട്ടു വന്നപ്പോൾ, ആമേന്റെ അകത്ത്, ആമേൻ, ഞാൻ ഓർക്കുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ വചനം പറയുവാൻ എന്നെ കൊണ്ട് കഴിയുമോ എന്ന് ചോദിച്ചെങ്കിൽ കർത്താവ് നിന്നെ കൊണ്ട് കഴിയത്തില്ല, എന്നാൽ എൻ്റെ കൃപ അത് നിനക്ക് മതി. ആമേൻ. നിന്റെ സകല ബലഹീനതയിലും അത് തികഞ്ഞു വരുന്ന ദൈവത്തിന്റെ കൃപ നിന്നെ സകലത്തിനും മതിയാവനാക്കി മാറ്റുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ കൊണ്ട് സാധിക്കുമോ? നിന്നെ കൊണ്ട് സാധിക്കുകയില്ല. പക്ഷെ നിന്നെ നടത്തുന്നവനെ കൊണ്ട് നിന്നിലൂടെ എല്ലാം സാധ്യമെന്ന് ഇന്ന് പകൽ നീ വിശ്വസിക്കുക. സ്തോത്രം, സ്തോത്രം. അല്പനേരത്തേക്ക് അവൻ മുഖം മറച്ചു. നമുക്കൊരു തീരുമാനമെടുക്കാം. അവൻ പറയുന്നത് പോലെ ഒന്ന് അനുസരിക്കാം. അവൻ്റെ അടുത്ത് ചെല്ലാം. അവനോട് തന്നെ പ്രാർത്ഥിക്കാം. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. ഭൗതിക നേട്ടങ്ങൾ കണ്ടുകൊണ്ട്, ആമേൻ, ഭൗതികത്തെക്കാൾ ആത്മീയത്തെ ശ്രേഷ്ഠമായി കണ്ട് അവനെ അനുഗമിക്കുന്നതിനായി തീരുമാനമെടുക്കാം. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപയാൽ എന്നിലൂടെ ദൈവം അത്ഭുതങ്ങൾ ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ട് എന്നെ നടത്തുവാൻ ശക്തൻ. ആമേൻ. ഞാൻ ചിന്തിക്കാത്ത വഴികളിലൂടെ എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ നടത്തുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഭയത്തെ മാറ്റി, സംശയത്തെ മാറ്റി അത്ഭുതമായി നടത്തുവാൻ ശക്തരെന്ന് വിശ്വസിക്കാം. അല്പനേരത്തേക്ക് കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥനയ്ക്കായി എഴുന്നേൽക്കാം. ഹല്ലേലൂയ.